നടി ശോഭനയ്ക്കടക്കം ഡീലിറ്റ് നൽകുന്നതിൽ നിന്നും പിന്മാറി കാലടി സംസ്കൃത സർവകലാശാല സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് വൈസ് ചാൻസലർ കെ ഗീതാകുമാരിയുടെ പ്രതികരണം. 2021 ശോഭന, സംസ്കൃത പണ്ഡിതൻ NP ഉണ്ണി, സംഗീതജ്ഞൻ TM കൃഷ്ണ എന്നിവർക്ക് ഡീലിറ്റ് പ്രഖ്യാപിക്കുന്നത്. 2021 അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അന്നത്തെ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനമാണ്. അതിലൊരു തീരുമാനം ഞാൻ വന്നിട്ട് 2 കൊല്ലമാറായി. ഒരു തീരുമാനം നമ്മളൊരു മീറ്റിംഗ് കൂടിയിട്ടില്ല. സാമ്പത്തികമായി യൂണിവേഴ്സിറ്റി വലിയ പരാധീനതയിലാണ്, വലിയ കഷ്ടപ്പാടാണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ അസാധ്യമാണ്. ഒരു മീറ്റിംഗ് പോലും അതിനു വേണ്ടി കൂടിയിട്ടില്ല. ഇനി സാമ്പത്തിക നില മെച്ചപ്പെടുന്ന രീതിക്ക് നമുക്ക് ആലോചിക്കാം. കൊച്ചിയിൽ നിന്ന് ജോയ്മോൻ വിവരങ്ങൾ നൽകും. ജോയ്മോൻ, ഇതിപ്പോൾ അങ്ങേയറ്റം വലിയൊരു അപമാനകരമായ സാഹചര്യമാണല്ലോ. അത് പ്രധാനപ്പെട്ട ആളുകൾക്ക് ഡീലിറ്റ് പ്രഖ്യാപിക്കുക, എന്നിട്ട് അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക. അതൊരു സർവകലാശാലയ്ക്ക് മാത്രമല്ല, പൊതുവിൽ കേരളത്തിനാകെ തന്നെ ഒരു അപമാനകരമായ സാഹചര്യം അവിടെ നിന്നുണ്ടായിരിക്കുന്നു. ഇതിപ്പോൾ ഡീലിറ്റ് പ്രഖ്യാപിക്കുന്നതിന് എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട്? അത്രമാത്രം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് ടീച്ചർ പറയുന്നതിൽ എന്ത് കാര്യവും വസ്തുതയുമാണുള്ളത്? സാമ്പത്തിക ബുദ്ധിമുട്ടും ഡീലിറ്റ് കൊടുക്കുന്നതും തമ്മിൽ എന്ത് കാര്യമാണ് അവർ പറയുന്നത്? തീർച്ചയായും സരീഷ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിനാകെ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് 2021 അവർക്ക് ബഹുമതിയായിട്ട് ഇത്തരത്തിലൊരു ഡീലിറ്റ് ബിരുദം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനം നടന്ന് 4 വർഷത്തോളം പിന്നിട്ടിട്ടും അതിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു നടപടിക്രമങ്ങളിലേക്ക് പോലും കാലടി സർവകലാശാല കടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ഖേദകരമായ ഒരു കാര്യം. അതായത് ഇത്തരത്തിൽ 3 പേർക്കാണ്, അതായത് നടി ശോഭന, അതുപോലെ തന്നെ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ NP ഉണ്ണി, ശാസ്ത്രീയ സംഗീതജ്ഞൻ TN കൃഷ്ണ ഉൾപ്പെടെയുള്ളവർക്കായിരുന്നു 2021 ചേർന്ന, അതായത് കൃത്യമായി പറഞ്ഞാൽ 2021 ഒക്ടോബർ 8 ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ ഡീലിറ്റ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് അതിൽ 4 വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴത്തെ VC ആയ കെ ഗീതാകുമാരിയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ്, അതായത് സർവകലാശാല വലിയ കടബാധ്യതയിലാണ്, ആ ഒരു പ്രതിസന്ധിയാണ് ഇത്തരത്തിലൊരു ചടങ്ങിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പുരസ്കാര വിതരണം നടത്താൻ കഴിയാത്തെന്നൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മുടന്തൽ ന്യായമാണ് ഇപ്പോൾ നിരത്തുന്നത്. അപ്പോൾ എത്ര പറഞ്ഞാലും, അതായത് ഇത്തരത്തിലൊരു ഇവരവരുടെ മേഖലകളിൽ നടത്തിയ ഒരു സംഭാവനകൾക്ക് സ്വീകരിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച പുരസ്കാരം കൊടുക്കാൻ കഴിയാത്ത വലിയൊരു വീഴ്ച തന്നെയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താനായിട്ട്. അപ്പോൾ ഇതിന് മുൻപായാലും മോഹൻലാൽ, അതുപോലെ റസൂൽ പൂക്കുട്ടി അടക്കമുള്ളവർക്ക് ഈ ഡീലിറ്റ് പുരസ്കാരം പ്രഖ്യാപിച്ചത് കൈമാറിയിരുന്നു. പക്ഷേ 2021 കഴിഞ്ഞ് ഇപ്പോൾ 2025-26 കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാലയളവിൽ തന്നെ ആയാലും ഇപ്പോൾ കെ ഗീതാകുമാരി VC എത്തിയതിനു ശേഷം ഒരു നടപടിക്രമങ്ങളിലേക്കും കടന്നിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ അത് അവർ പ്രതികരിക്കുക തന്നെ ചെയ്തിരുന്നു. അപ്പോൾ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യം ഈ ചടങ്ങിന് വേണ്ടി ചടങ്ങിന് വേണ്ടി ഉണ്ടാകുന്ന ചെലവുകൾ വഹിക്കാൻ ഉള്ള ബുദ്ധിമുട്ടാണ് പ്രധാനമായും ഇവർ എടുത്തു പറയുന്നത്. എങ്കിൽ തന്നെയായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചു, ആ പുരസ്കാരത്തിൽ ചടങ്ങ് നടത്താൻ വേണ്ടി ഇത്ര ഒരു പേരുകേട്ട ഒരു സർവകലാശാലയ്ക്ക് അത്തരത്തിലൊരു ചടങ്ങ് നടത്താനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ സനീഷ്, എന്ത് തന്നെയായാലും വളരെ നിരാശയും അതുപോലെ തന്നെ കേരളത്തിനാകെ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിനാകെ നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവമാണിത്. നന്ദി വിവരങ്ങൾക്ക്.